ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. വിജയൻ, മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ നിലപാട് ഇപ്പോൾ ജസ്റ്റിസ് പറഞ്ഞ പോലെ രാഷ്ട്രീയ നിലപാടാണ്, പക്ഷെ നിയമപരമായി എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ കോടതിയിൽ നിയമ പോരാട്ടത്തിലും പറയുന്നത് മുൻപത്ത് കുടി ഒഴിപ്പിക്കരുത് എന്നാണ്. ലീഗ് ആദ്യം മുതൽ പല നേതാക്കളും ഈ ഒരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വഖഫ് സംരക്ഷിക്കണമെന്ന ആവശ്യവുമുണ്ട്. അതെങ്ങനെയാണ് രാഷ്ട്രീയപരമായി ആ ഒരു നിലപാടുകൾ നിന്നു പോകുന്നത്? ഇത് ഇപ്പോഴെല്ലാവരും തന്നെ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഒരു മാനുഷിക വശത്തിൽ നിന്നാണ്. അതായത് 600ഓളം കുടുംബങ്ങൾ ഈ 404 ഏക്കർ ഭൂമിയിൽ പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചു വരുന്നു. അവർക്ക് ഭൂമി പണം കൊടുത്ത് വാങ്ങിയവരുണ്ട്, അതുപോലെ തന്നെ ദാനമായിട്ട് മറ്റും കിട്ടിയവരുണ്ട്. അതെല്ലാം തന്നെ അവർക്ക് കൈവശം വെച്ച് വരുന്നു, നികുതി അടച്ചു വരികയും ചെയ്യുന്നു. അത്തരത്തിൽ സ്വാഭാവികമായും വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ജനവിഭാഗത്തിൻ്റെ താമസം എന്ന മേഖലയിലാണ് ഈ മുനമ്പത്തെ പൊതുവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ആരെയും ഒഴിപ്പിക്കരുത് എന്ന് തത്വത്തിൽ മുസ്ലിം ലീഗ് ആയാലും കത്തോലിക്ക സഭയായാലും പൊതുവിൽ എല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ ഈ റവന്യൂ ഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഇതിനെ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഒരു നിയമപരമായ പ്രശ്നമായി ഇപ്പോൾ കോടതിയിലും വഖഫ് ബോർഡിലും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർണത അഴിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെയും ഒരു പരിധിവരെ ഈ കമ്മീഷൻ്റെയും എല്ലാം തന്നെ തലയിലുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് ഇനിയിപ്പോൾ നിയമപരമായി ഇതിനെ ഈ റവന്യൂ ഭൂമിയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കേണ്ടി വരുമോ, ഇത് വഖഫ് ഭൂമിയാണോ, അല്ലെങ്കിൽ വഖഫ് ഭൂമി ആയിക്കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യും എന്നതുൾപ്പെടെയുള്ള അതിസങ്കീർണമായ വിഷയം ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ തത്വത്തിൽ ആരും തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കരുത് എന്ന ഒരു നിലപാടിലാണ് ഉള്ളത്. അത് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു സത്യവാങ്മൂലത്തിൻ്റെ രീതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മുനമ്പത്ത് സന്ദർശിക്കുകയും അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിൽ അവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് ആദ്യ അവസാനം മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സാധ്യത ഈ പുതിയ വഖഫ് നിയമം വന്നതോടുകൂടി ഒരുപക്ഷെ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടായാൽ അവർക്ക് ഇനി ഹൈക്കോടതിയിൽ കൂടി പോകാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നു എന്നുള്ളതും ഈ മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും മുനമ്പത്തെ വിഷയം അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായി സർക്കാരിന്റെ മുമ്പിൽ ഇല്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ കോഴിക്കോട് നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യവാങ്മൂലം നൽകിയെങ്കിലും സുപ്രീം കോടതി സത്യവാങ്മൂലം നൽകിയെങ്കിൽ പോലും ഈ വിഷയം മുൻപത്തെ പ്രശ്നം ഒരു കിറാമുട്ടിയായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.